വയനാട്ടിലെ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞ രാഹുൽ ഗാന്ധി. വയനാടുമായുള്ള ബന്ധം തെരഞ്ഞെടുപ്പിനപ്പുറമുള്ളതാണ്. ആ സ്നേഹം എന്നും മനസ്സിൽ സൂക്ഷിക്കും. റായ്ബറേലിക്കും വയനാടിനും സന്തോഷമുണ്ടാകുന്ന തീരുമാനമുണ്ടാകുമെന്നും രാഹുൽ പറഞ്ഞു. മണ്ഡലമൊഴിയുമെന്ന സൂചനകൾക്കിടെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയത്. പ്രതിസന്ധികളിൽ തന്നെ ചേർത്തുപിടിച്ചവരാണ് വയനാട്ടിലെ ജനങ്ങളെന്ന് രാഹുൽ പറഞ്ഞു. സർക്കാരുമായി പോരാടുമ്പോൾ വയനാട് പൂർണ്ണ പിന്തുണ നൽകി. വയനാടിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ലെന്നും രാഹുൽ പറഞ്ഞു. Thank you very much for your love and your affection, for your support and for all the energy that you gave me in this difficult period. കൽപ്പറ്റയിലെ വേദിയിലായിരുന്നു രാഹുലിന്റെ വാക്കുകൾ. രാവിലെ എടവണ്ണയിലും രാഹുലിന് വൻ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയത്. ഭരണഘടനയിലൂന്നിയായിരുന്നു രാഹുലിന്റെ പ്രസംഗം. ഭരണഘടന അഭിമാനമാണെന്നും അതിൽ തൊട്ട് കളിക്കരുതെന്നാണ് ജനങ്ങൾ പ്രധാനമന്ത്രിയെ ഓർമ്മപ്പെടുത്തിയതെന്നും രാഹുൽ പറഞ്ഞു. And every single tradition, history is protected by the Constitution of India. That the Constitution is our voice. Do not touch the Constitution. So you can see that the people of India have spoken. And also notice that hatred has been defeated by love and affection. Arrogance has been defeated by humility. Unfortunately, like the Prime Minister, I am not guided by God. I am a human being. ധാർഷ്ട്യത്തെ വിനയം കൊണ്ടാണ് വോട്ടർമാർ തോൽപ്പിച്ചത്. BJP അയോധ്യയിൽ തോറ്റപ്പോൾ പ്രധാനമന്ത്രി കഷ്ടിച്ചാണ് വിജയിച്ചു കയറിയത്. ഇന്ത്യയിൽ സമ്പൂർണ്ണ അധികാരമല്ല നരേന്ദ്രമോദിക്ക് കിട്ടിയിരിക്കുന്നതെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളും രാഹുലിനൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിയുമെന്ന് സ്ഥിരീകരിച്ച് KPCC പ്രസിഡന്റ് K. സുധാകരൻ. രാഹുൽ വയനാട് വിടുന്നത് ദുഃഖകരമായ കാര്യമാണ്. എന്നാൽ ഇന്ത്യയുടെ മനസ്സിലിടം നേടി അനശ്വരനായി മാറിയ രാഹുൽ ഗാന്ധിക്ക് ഇനി വയനാട്ടിൽ നിൽക്കാൻ കഴിയില്ല. അദ്ദേഹം ഇന്ത്യയെ നയിക്കേണ്ട ആളാണെന്നും സുധാകരൻ വ്യക്തമാക്കി. സന്തോഷമെന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് ഞങ്ങളെല്ലാം സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ വളർച്ച അത് ഉയരത്തിൽ നിന്ന് ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു വടവൃക്ഷം പോലെ വളരാൻ പോകുന്നു. അതിന് ചുക്കാൻ പിടിക്കുന്ന പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം അഭിമാനവും സന്തോഷവുമാണ്. പക്ഷേ വയനാട് വിട്ടുപോകുന്ന രാഹുൽജി എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ അകത്ത് ദുഃഖം തളം കെട്ടുകയാണ്. നമ്മെ ഒഴിവാക്കി രാഹുൽ ഗാന്ധി പോകുന്നു എന്നൊരു ഫീലിംഗ് ആണ്. നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല, നമ്മൾ മനസ്സിൽ പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല. ഇന്ത്യയെ നയിക്കേണ്ടുന്ന രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ വന്ന് നിൽക്കാൻ സാധിക്കില്ല. അതെല്ലാ ആളുകളും മനസ്സിലാക്കുക, അത് ഉൾക്കൊള്ളുക. പ്രിയപ്പെട്ട രാഹുൽജിക്ക് എല്ലാ ഭാവങ്ങളും നേരുക. രാഹുൽ ഗാന്ധിയെ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഹുൽ ഗാന്ധിയാണ് പദവിക്ക് നിരക്കാത്തത് ആദ്യം പറഞ്ഞത്. അതിന് മറുപടിയായാണ് പറഞ്ഞതെന്നും പിണറായി വിജയൻ വ്യക്തമാക്കുന്നു. പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചത് പിണറായി വിജയൻ എന്നല്ല, കേരളത്തിന്റെ